പ്രിയപ്പെട്ടവരെ, മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു വിഷയവുമായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ്. അതിൽ പരീക്ഷയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു ഭാഗമാണ് ബാങ്കുകൾ. ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യം മുതൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ RBI എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ നിയമാവലിയും കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകളനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എന്ത്, ബാങ്കുകൾ. അല്ലേ, നമ്മൾ പണം അവിടുന്ന് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ബാങ്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ഭാഗം നോക്കാം. ധനകാര്യ സ്ഥാപനങ്ങൾ. നമ്മൾ ഇത്തരത്തിൽ പണമിടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നാണ് പറയാം. ഈ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഒന്ന് ബാങ്കുകൾ, രണ്ട് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അതിൽ വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്, സവിശേഷ ബാങ്കുകളുണ്ട്. നമ്മൾ SBI ഒരു വാണിജ്യ ബാങ്കിന് ഉദാഹരണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകൾ, അതൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, മുത്തൂറ്റ്, അതേപോലെ തന്നെ KSV തുടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള പണമിടപാട് നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്ക് വരുന്നത്. റിസർവ് ബാങ്ക് അല്ലെങ്കിൽ RBI എന്ന് പറയും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് എന്ത്, റിസർവ് ബാങ്ക്. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. എന്താണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ പ്രകാരമാണ് RBI രൂപം കൊണ്ടത്. RBI എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ, പ്രഥമ ആസ്ഥാനം കൊൽക്കത്ത ആയിരുന്നു കേട്ടോ. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്തു, ഇപ്പോഴത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI, സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് RBI. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന അതിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണറാണ് ആര്? രഘുറാം രാജൻ എന്ന് പറയുന്ന ആൾ. അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. RBI പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണെന്ത്? ഉത്കർഷ് 2022 എന്ന് പറയുന്നത്. ഇനി പണനയം എന്ന് നോക്കണേ. പണനയം സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ RBI നിക്ഷിപ്തമായിരിക്കുന്ന ആക്ട്. അപ്പോൾ പണനയം എന്താണ്, പണനയം എന്താ നമുക്ക് പറയാം. അപ്പോൾ പണനയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആർക്കാണ്? അതെന്താ പറയുക, RBIയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് പറയുന്ന ആക്ടാണ് എന്ത്, RBI ആക്ട് 1934. ഇനി അടുത്ത് നോക്കാം. പണനയ കമ്മിറ്റി. പണനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പണനയ കമ്മിറ്റിയാണ്. സിമ്പിളാണ്. എന്താണ് പണയം എന്ന് ചോദിച്ചാൽ, പണനയം എന്ന് ചോദിച്ചാൽ പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണം. ഇപ്പോൾ നമ്മുടെ പണനയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ അതിൽ പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും എന്ത് ചെയ്യും, കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണമാണെന്ത്, പണനയം എന്ന് പറയാം. അതേപോലെ തന്നെ നാണയപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താ, പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടാവുക. പരിധിക്കപ്പുറം എന്ത് ചെയ്യുക, പണലഭ്യത നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കംസ്റ്റാൻസിൽ ഉണ്ടാവുക.
അപ്പോൾ അതിനെന്ത് ചെയ്യുക, പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടെ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ത് നാണയപ്പെരുപ്പം എന്ന് പറയാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നമ്മുടെ ഗവൺമെൻറ് ഇടപെടുന്നത് എങ്ങനെയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പണനയത്തിലൂടെയാണ് എന്ത് ചെയ്യുക ഇടപെടുക. ഇനി നാണയ ചുരുക്കം എന്ന് പറഞ്ഞാലോ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണെന്ത് നാണയ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടവസ്ഥയിലും അവർ നടപ്പാക്കുന്ന ഒരു നയമാണെന്ത് പണനയം എന്ന് പറയുന്നത്. റെഡിയാണല്ലോ, സെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.